എൽബോ എന്ന് പറയുന്ന സ്ട്രൈക്ക് ഞാൻ പറഞ്ഞ പല വ്യത്യസ്തമായ രീതിയുണ്ട്. അപ്പം ഹൈറ്റ് കൂടുതലുള്ള ഒരാളെ എൽബോ അടിക്കുമ്പം, പ്രത്യേകിച്ച് മൂവൈത്തൈലൊക്കെ എൽബോ പഠിപ്പിക്കുക അവർ ഇങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തും? നിന്റെ നെഞ്ച് വരെ എത്തത്തുള്ളൂ. ഈ ആംഗിളിൽ, അതായത് ഈ ഹാൻഡ് ഓപ്പൺ ചെയ്തിട്ട് അടിക്കണം. ഹാൻഡ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബോൺ വെച്ച് അടിക്കാനാണ്. ഹാൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബോണല്ല, മസിൽ കവർ ചെയ്യും. അപ്പം അടിയുടെ ആ ബോണിൻ്റെ എഫക്റ്റ് കുറയും. അപ്പം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ബോണിൻ്റെ അടി കിട്ടും. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്തോ, നമ്മളിപ്പം ക്ലോസ് റേഞ്ചിൽ, ഇപ്പം ഇതാണ് നിന്റെ ഹെഡ്, ക്ലോസ് റേഞ്ച് എന്നതിൽ ഹൈറ്റ് ഉള്ള ഒരാൾ ഈ റേഞ്ചിൽ ഇരിക്കുമ്പോൾ, അപ്പം എൽബോ സ്ട്രൈക്കിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പവറല്ല, മാക്സിമം സ്പീഡിൽ കൊണ്ടുവരിക. കാരണം ഓൾറെഡി ബോൺ വെച്ച് അടിക്കുമ്പോൾ ആ ഫോഴ്സ് നമ്മളിലേക്ക് കിട്ടും. അപ്പോൾ ഏറ്റവും സിമ്പിൾ എൽബോ ആണ്. ഈ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഹൈറ്റ് ഉള്ള ആളാണെങ്കിലും ചെറുതാണെങ്കിലും ആംഗിൾ വെക്കുക, അടിക്കുക. ഇതാണ് പ്രോപ്പർ എൽബോ ത്രസ്റ്റ് എന്ന് പറയുന്നത്.